ഗീസ് നമ്മളാണെങ്കിൽ ഒരു ജയിലിൽ പെട്ടുപോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മളെന്തോ കുറ്റം ചെയ്തതിന് നമ്മൾ പിടിച്ച് ജയിലിട്ട് ഗീസ്. ഇതാണ് നമുക്ക് ജയിലിൽ അവർ തന്നിരിക്കുന്ന മുറി ഗീസ്. ഈ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടണം? ഞാൻ കുറച്ച് ദിവസമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കണം. ഞാനാണെങ്കിൽ ചോറുണ്ടാൻ പോയി ഇപ്പോൾ ഒരു കത്തി മുഷിച്ച്. ഇവിടെ എന്താ പരിപാടി? ഓ ഗീസ്, ഇവിടുന്ന് എന്തോ ഇംഗ്ലീഷിലൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പരിപാടിയിൽ നിൻ്റെ പരിപാടി ഇതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ നമ്മുടെ അടുത്ത് മോടെ ഇറക്കുന്നുണ്ട് കുറച്ച് പേര്. ഇവന്മാരെ നമ്മൾ കൊല്ലും ഗീസ്. നമ്മുടെ കയ്യിൽ കത്തി വെച്ച് നമ്മളിങ്ങനെ വെട്ടി കൊന്നു. ഓക്കെ, ഈ പുള്ളിയുടെ അടുത്ത് ചോദിക്കാം. Okay, with that trouble I found young members of Steel Brothers hiding something in the warehouse. I was spotted, then now the rest. ബാക്കിയൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ മിണ്ടുന്നില്ല. ഓക്കെ ഗീസ്, ഇവിടെ എന്താണ് സംഭവം എന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടില്ല. മച്ചന്മാർ നമ്മളങ്ങനെ ഗ്രൗണ്ടിലോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിറച്ച് കുറേ ഗുണ്ടകളും കാര്യങ്ങളും. ഇവിടെ ആരോ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഗീസ്. എന്തായാലും ഇവനോട് കുറച്ച് നേരം സംസാരിച്ചിരിക്കും. ഇവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നമ്മളതൊന്നും വായിച്ചു നോക്കാനുള്ള. ജസ്റ്റ് സ്കിപ്പ് അടിച്ച് നമുക്ക് പെട്ടെന്ന് ഈ കാര്യം തീർത്തിട്ട് പോകണം ഗീസ്. ഓക്കെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല ഞാൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടണമെന്ന് ഗീസ്. ഞാനത് വായിക്കുന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിക്കളയുകയാണ്. ഓക്കെ, എന്തോ സംഭവം ഉണ്ട്. ഇവൻ എന്തോ ചെയ്തു കൊടുക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, മോനെ, നമ്മുടെ ഭാര്യനെയും കൊച്ചിനെ ആരൊക്കെയോ കൊന്നതാണ് ഗീസ്. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കാം. പക്ഷേ അയാൾ പറയുന്ന ആളെ നമ്മൾ അടിക്കണമെന്നോ ഇടിക്കണമെന്നോ കുത്തണമെന്നോ കൊല്ലണമെന്നോ അങ്ങനെ എങ്ങാണ്ടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ പരിപാടി നോക്കാം. ഇവന്മാരോട് രണ്ടുപേരോട് അടി ഉണ്ടാക്കാനാണ് ആ പുള്ളി നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഇവന്മാരോട് അടി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ഇവനെ അങ്ങ് തീർത്തേക്കാം ഗീസ്, അതാണ് നല്ലത്. ഓക്കെ, പുള്ളി ഡെഡ് ആയിട്ടുണ്ട് സുഹൃത്തേ. ഓക്കെ, അവന്മാരുടെ കയ്യിലുണ്ടായിരുന്ന കാശിന് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് അകത്തോട്ട് കയറിപ്പോ, അതായിരിക്കും നല്ലത്. ഓക്കെ, അയ്യോ അപ്പുറത്ത്, എടാ ഇതെന്നെ ഞാൻ ഈ കാണിക്കുന്ന അപ്പുറത്ത് വഴി കയറിപ്പോടാ പോട്ടാ. ഞാൻ അവരെ കത്തി വെച്ച് കുത്തിയതിൻ്റെ പോലീസുകാർ എനിക്ക് പുതിയ റൂം തന്നു ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരന്മാർ നമ്മളിവിടെ കൊണ്ടുവച്ച്. നമുക്ക് ഇത് പൂട്ട് തുറക്കണം. ഓക്കെ, 1 2. ഓക്കെ, ഇത് പൂട്ട് നമ്മൾ അടിച്ച് തുറക്കണം. 2 ആയി, 3 ആയി. അത് ഏറ്റില്ല. ഓക്കെ, അടുത്തതിന് വേണ്ടി നോക്കാം. അതും ഏറ്റില്ല, ചമ്മിപ്പോയി. അത് ഏറ്റ് ഗൈസ്. ഇനിയിപ്പോൾ ലാസ്റ്റ് അതുകൊണ്ട് തുറക്കണം. ഓക്കെ, ഡോറ് തുറന്നു വരുന്നുണ്ട്. നമ്മുടെ കത്തി അവന്മാരെ ഞാൻ കാണിച്ചില്ല, ഞാൻ അങ്ങനെ നിൽക്കുമായിരുന്നു. ഓക്കെ, ഇവന്മാർ രണ്ടുപേരും തട്ടണം. മെറ്റോനെ കണ്ണു കാണാൻ പാടുന്നു. ഓക്കെ, ഒറ്റ വെട്ട പുള്ളി തീർന്നു. ഇനി ഇവനെ കണ്ണു കാണാൻ പാടില്ല. ഓക്കെ, ഇവനെ തട്ടി ഗൈസ്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ വാതിലും തുറന്ന് അപ്പുറത്തെ വഴി കയറാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തേ. ഒരു ഡോറും തല്ലിപ്പൊളിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. ഇവിടുന്ന് നമുക്ക് ഒരു താക്കോല് കിട്ടി ഗൈസ്. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇത് CCTV ആണെന്നുകൊണ്ട് ഈ നീല കളർ കൊടുത്തേക്കണം. ഓക്കെ, ഈ ഡോറ് തുറക്കണമല്ലേ നമുക്കിനി. ഓക്കെ, ഡോറ് തുറക്കാം. അകത്ത് കയറി എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം. അപ്പോൾ മോനെ, നമ്മളിവിടുത്തെ എന്തൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടി കുറേ നേരമായിട്ട് ശ്രമിക്കുന്നു. എനിക്കിത് എന്താ സംഭവം എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താ ഹാക്ക് ചെയ്യാനായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ ബുദ്ധിനെ കൊണ്ട് ഞാൻ തോറ്റു. നമ്മൾ ജയിച്ചു കേസ്, നമ്മൾ ഹാക്ക് ചെയ്തെടുത്തു. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ടേലും പോവാം. എനിക്ക് തോക്ക് കിട്ടി കേസ്. ഇനി നമ്മളെ ഉമാരെ തട്ടും. ഓക്കെ, എല്ലാം തട്ടിപ്പോയി തോന്നുന്നു കേസ്. നമ്മൾ കുറേ നേരമായി ഇവിടെ വീഡിയോ വെക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, അടുത്ത താക്കോല് കിട്ടി. ഇനി ഇതെന്തിനാണാവോ ദൈവമേ. അപ്പുറത്തൊരു സംഭവം ഉണ്ട്, അവിടെ പോയി നോക്കാം ഇതെന്തിനാണെന്ന്. ഓക്കെ, ഇത് കുത്തി തുറന്നു, അല്ല താക്കോലിട്ട് തുറന്നു. അയ്യോ ഗൈസ്, നമുക്കൊരു 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ദ പാസ്വേഡ് നമ്പർ മോർ ഓർ ലെസ് ഇസ് ഷോൺ ബൈ ദ മാത്ത് സിമ്പിൾ. ഇതെന്താ സംഭവം എന്ന് എനിക്കും മനസ്സിലാവണില്ല എൻ്റെ മോനെ. ഇത് കുറേ നേരം ഞാൻ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലും പറ്റിയതാണോ എന്ന് എനിക്ക് മനസ്സിലാവാത്തതാണോ, ഞാൻ പഠിക്കാത്തതാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ തിരിച്ച് കുത്താൻ തുടങ്ങിയിട്ട് ഗൈസ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇനി വെറും 15 സെക്കൻഡുകൾ മാത്രം. എൻ്റെ പൊന്നളിയാ തീർന്ന്. അയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ. ഞാൻ കുറേ നേരമായി നമ്പറൊക്കെ കുത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കേസ്. നമ്മൾ പെട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളവന്മാർ തട്ടാൻ വേണ്ടി പോവാണ്. അലാറം അടിച്ച്. അലാറം അടിച്ച്. ഇനി അവന്മാർ പെട്ടെന്ന് കയറി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേസ്. ഓക്കെ, ഇവിടെ വിളിച്ചിരിക്കാൻ പറ്റൂടെ? ഇല്ല അല്ലേ. കറങ്ങി വന്ന് നോക്കി നടന്നില്ല. നമ്മളവിടെ എന്താ അഭ്യാസം ചെയ്യാൻ നോക്കിയത്. ദേ വരുന്നു. ഇത് കുത്തി തുറക്കാ പോട്ടാ. മച്ചാനെ, ഗണ്ണെടുക്കാം. അപ്പുറത്തെ വഴി പിടിക്കില്ല, ഇങ്ങോട്ട് പിടിക്കും. ഈ സംഭവം നമ്മളെ അടിച്ച് ചവിട്ടി ഇല്ലാതാക്കി. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള മറ്റു സബ്സ്ക്രൈബ് ചെയ്തെടുക്കാൻ പറ്റും. ഗുഡ് ബൈ. അതിനുവേണ്ടി നമ്മുടെ ഈ ഒരു പ്രയത്നം ഇവിടെ വെച്ച് സാഫല്യമാവാതെ പോയി ഗൈസ്. നമ്മൾ തോറ്റുപോയി.